ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നത് രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പം സമയം ഇപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി റെഡിയാകും. അപ്പോൾ കേശപ്പനെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഒരുങ്ങിയത്. അപ്പം കേശപ്പൻ TV കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. പിന്നെ രാവിലെയൊക്കെ എണീറ്റുകൊണ്ട് ഒരു മൂടൊന്നുമില്ല, അതാണ് ഇങ്ങനെ തോളി കിടക്കുന്നത്. ചേട്ടൻ പിന്നെ ഇതേ മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് ഞങ്ങളെ കാര്യം ചെന്നിട്ട് വേണം, ഇനി സ്കൂളിലൊക്കെ പോകാനുണ്ടല്ലോ. അപ്പോൾ സ്കൂളിൽ പോകാനെ കൊണ്ട് ഒന്നും റെഡിയാക്കിയിട്ടൊന്നുമില്ല, ഇനി അമ്പലത്തിൽ നിന്ന് ചെന്നിട്ട് വേണം. അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ട് അങ്ങ് പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ തൊഴുതിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോയി. പിന്നെ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാത്രി നല്ല ചൂടും, രാവിലെ മാത്രം ഒരു തണുപ്പും. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഈ ഏരിയയിലോട്ടൊക്കെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ അതേ സൂര്യൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആ വെയിലടിച്ചപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് കേട്ടോ. കേശപ്പന് ഭയങ്കര തണുക്കുന്നു, ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞതേ ഒരു മൂടില്ലാതൊക്കെ ഇരിക്കുക. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോഴും അവനാണെങ്കിൽ ഒരു മൂഡ് മൈൻഡും ഇല്ല, ഒന്നുമില്ലാതിരിക്കുന്നു. പിന്നെ വീട്ടിൽ വന്ന പാടെ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. നേരെ കേശപ്പന് കൊണ്ടുപോകാൻ വേണ്ടി ഇഡലി സാമ്പാറും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ച് മാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വന്ന പാടെ മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് സാമ്പാറിനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പം 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ എത്തി. പിന്നെ സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ 9, 10, 9:15 ആ ഒരു സമയമാകുമ്പോൾ തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുവിടുന്നത്. ആ സമയത്ത് ഇത് ഇറങ്ങിയാൽ മതി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പരിപ്പൊക്കെ വേകാൻ വെച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉറപ്പായിട്ടും കമൻറ്റൊക്കെ ഇടണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. പരിപ്പ് വേകാൻ വെച്ചപ്പോഴേ ഞാൻ വിസിൽ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ ശ്രദ്ധിക്കാതെ നിന്നിട്ട് പൂത്തിരി പോലെ എല്ലാം പൊട്ടിത്തെറിച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് വിസിലെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അകത്തിന്ന് കുക്കറിനകത്തെ സ്പൂൺ ഇട്ട് കൊടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തൂടെ എല്ലാം ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈ ഒരു വളയം കണ്ടോ, നമ്മളിങ്ങനെ പാത്രം എടുത്ത് വെക്കുന്നത്, ഈ ഒരു സാധനം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അങ്ങനെ പുറത്തൂടെ ഒന്നും ഒഴുകുന്നില്ലായിരുന്നു കേട്ടോ. സാധാരണ സ്പൂൺ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്പൂൺ ഇടാറുണ്ട്. പക്ഷേ സ്പൂൺ ഇടുമ്പോഴും പുറത്തോട്ട് തെറിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്തൊക്കെ. പിന്നെ ഈ ഒരു വളയം വെക്കുമ്പോൾ ചില സമയത്ത് തെറിക്കത്തില്ല. പല സമയത്തും പലതൊക്കെ പോലെ അതിന് തോന്നും പോലെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച് ഇഡലി സാമ്പാറും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങ് മാറ്റിപ്പിടിച്ച് കുട്ടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരുമിച്ചിട്ട് നമുക്കൊരു 3-4 ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കുട്ടി ദോശയായിട്ട് 3-4 ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം ആക്കി ലഞ്ച് ബോക്സും ഒക്കെ പാക്ക് ചെയ്ത് കഴിപ്പിക്കണേ എല്ലാം റെഡി ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കേശപ്പനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കുളിയൊക്കെ കഴിഞ്ഞാണല്ലോ, ഇനി ആ ഒരു ജോലിയില്ല. പിന്നെ അതേ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കഷ്ണം ഇട്ട് കൊടുത്തു. ഇപ്പോൾ സാമ്പാർ പൊടി ഇടാതെ ആണ് ഞാൻ സാമ്പാർ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എന്തൊക്കെയോ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ലാസ്റ്റ് കായപ്പൊടിയൊക്കെ ചേർത്ത് എല്ലാം കൂടി സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം വേവിച്ചതിന് ശേഷം ഇതൊക്കെ ചേർത്ത് കടുവും വറുത്തിട്ടുണ്ട്, പുളിയൊക്കെ ചേർത്തു, കായൊക്കെ ഇട്ട്. അപ്പോൾ രാധീച്ചി വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്തത്. ഇടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് നിന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് കേക്കാണ് കൊടുത്തു വിടുന്നത്, 2-3 കേക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നത് വർത്തമാനം പറയാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം സ്കൂളിൽ പോകണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഈ സമയത്ത് റെഡി ആയേനല്ലോ. അപ്പം എല്ലാം ആയതിനൊക്കെ ശേഷം പിന്നെ വലിയ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഏറ്റവും വലിയ ടാസ്ക് കഴിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ രാവിലെ ഒന്നാമതൊരു ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചിരുന്നു നീ സ്കൂളിൽ വിടണ്ടെന്നൊക്കെ. പിന്നെയും വിചാരിച്ച് കുറച്ച് ദിവസമൊക്കെ സ്കൂളിലൊക്കെ പോകാതിരുന്ന് വീണ്ടും പോയി തുടങ്ങിയല്ലേ, പിന്നെ വെറുതെ അവനെ മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് സ്കൂളിൽ പറഞ്ഞു വിട്ട്. അപ്പോൾ 2 ദോശയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരെണ്ണം തിന്നു. പിന്നെ അവനെ പറഞ്ഞൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറി. പിന്നെ മീൻ വാങ്ങിച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഇന്നലെ മീൻ വാങ്ങിച്ചത് വേറൊരിടത്തു നിന്ന്. അപ്പം കട്ട് ചെയ്യാതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ചൂരയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലൊക്കെ വെച്ചു. പിന്നെ ഇന്നലെ രാത്രിയിലൊക്കെ വെട്ടി വെക്കണമെന്ന് വിചാരിച്ചപ്പോൾ മടി കാരണം എടുത്ത് അങ്ങനെ വെച്ചു. അപ്പോൾ 2-3 ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ട് ഞാൻ എടുത്ത് ഇതൊക്കെ ഡാൻസോ അല്ലേ, അങ്ങനെ അതൊക്കെ കാണിച്ച് മീൻ ഒക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചു. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് കുറേ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. കാര്യം പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് ആ സമയത്ത് എനിക്ക് കോളൊക്കെ വന്നു. അങ്ങനെ ചോറ് വെച്ചു ഞാൻ കുക്കറിൽ, 2 വിസിലടിച്ചു. പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ളത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കോൾ വന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പം അടച്ചു വെച്ചിരിക്കുക. അതൊന്ന് വെന്തതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആർക്കും ഇഷ്ടമല്ല, കയ്പ്പാണെന്ന്.
എനിക്ക് പക്ഷേ അതിനൊരു കയ്പ്പായിട്ട് തോന്നുന്നില്ല, അതൊരു ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് സത്യമായിട്ടും കേട്ടോ. പിന്നെ അതേ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കടുക് വറുത്തല്ല വെക്കുന്നത് കേട്ടോ. കടുക് അവസാനം വറുക്കുന്നുള്ളൂ. ആദ്യമേ മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ വറുത്തിട്ട് നമ്മുടെ മീനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും ഒക്കെ ചേർത്തിട്ട് വെള്ളവും കൂടെ വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചതാണ് അത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ വെക്കുമ്പോഴത്തേക്കിനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെക്കുമ്പോൾ അങ്ങ് കറക്റ്റ് 2 ദിവസം കൊണ്ടൊക്കെ അങ്ങ് തീരും. അപ്പം നല്ല മീനായതുകൊണ്ടാണ് ഇങ്ങനെ തവി വെച്ചിട്ട് ഇളക്കുന്നത് കേട്ടോ. അല്ലെങ്കിലാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞേ പോവുള്ളൂ. ഇവിടെ പിന്നെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നല്ല മീൻ മാത്രമേ വാങ്ങിക്കൂ, അല്ലെങ്കിൽ വാങ്ങിക്കണ്ടെന്ന് പറയും തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാനും എടുത്ത് വെച്ച് ഫ്രിഡ്ജിലോട്ട്. മീനിങ്ങനെ വറക്കാനൊക്കെ പുരട്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പിന്നെ ഓർക്കത്തില്ല, ഞാനെടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ചോറ് വെച്ചതിൻ്റെ കുക്കറൊക്കെ തന്നെ അപ്പം തന്നെ കഴുകിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കൂട്ടിയിടണ്ടെന്ന് വിചാരിച്ചിട്ട് മെഴുക്കുരട്ടി മൂത്തോണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ മാത്രം തിന്ന് തീർക്കുള്ളൂ, കാര്യം വേറെ ആർക്കും വേണ്ടല്ലോ. പിന്നെ മീൻകറി തിളച്ചതിനൊക്കെ ശേഷം ഞാൻ കുറച്ച് വെച്ചിട്ട് നേരെ ഇനി അടുത്ത പണിക്ക് പോകാം കേട്ടോ. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ടേ. കാര്യം കുറേ നേരം ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പിന്നെ തുണി കഴുകാനൊക്കെ പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ രാവിലെ ചെയ്ത് തീർക്കും, വെയിലൊക്കെ ആവുന്നതിന് മുമ്പേ. ഇപ്പോൾ ഭയങ്കര വെയിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഫെബ്രുവരി ആയപ്പോഴേ നല്ല ചൂടാണ് കേട്ടോ. കതക് തുറന്നപ്പോഴത്തേക്കിന് വെയിലെല്ലാം കൂടി അകത്തോട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്നും മാക്സിമം തുണിയൊക്കെ നനച്ചിടും. കാര്യം ഇവിടെ നിന്ന് നനയ്ക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പം ഞാനങ്ങ് രാവിലെ നനച്ചിടും. അല്ലെങ്കിലും എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ, എന്തൊക്കെ ജോലികൾ കിടന്നാലും എനിക്ക് ഈ തുണി നനയ്ക്കൽ എന്നുള്ളൊരു ജോലി ചെയ്ത് തീർത്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ അവിടെ ഇങ്ങനെ കിടക്കും, തുണി നനയ്ക്കാനുണ്ട് എന്നിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാലും അതിങ്ങനെ കിടക്കും കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു ജോലി പെൻഡിങ് ഇട്ടിട്ട് മാറിയിരിക്കാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ നനച്ച് ഞാൻ കയറി വെയിൽ അവിടോട്ട് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ സത്യത്തിലെല്ലാം ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ കേശപ്പം പോയി കഴിഞ്ഞ് പിന്നെ കുറേ സമയം വെറുതെ ഇരുന്ന് പിന്നെ ഫോണൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ താമസിച്ച് പിന്നെ മീനൊക്കെ വെട്ടണമായിരുന്നല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ മീൻ വെട്ടിയതും കറി വെച്ചതും ഒക്കെ. പിന്നെ ഞാൻ പെട്ടെന്നൊക്കെ തൂക്കുന്നുണ്ട് കേട്ടോ. തൂക്കണമെന്ന് പറഞ്ഞാൽ തൂക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി എന്നല്ല, എനിക്ക് ഭയങ്കര പൊടിയടിക്കാനേ പറ്റത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ അപ്പം തുമ്മലും ചീറ്റലും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് വേഗം അതൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ ഇപ്പോൾ ഈ വെളിഭാഗത്ത് ഇത്ര ഇടയിലേ ഞാൻ തൂക്കുന്നുള്ളൂ. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഫ്രണ്ടിലോട്ടൊന്നും തൂക്കാൻ പോകുന്നില്ല, അതൊക്കെ ഇനി വൈകുന്നേരത്തെ തൂക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് മീനൊക്കെ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ചോറ് കഴിക്കാനൊക്കെ ലേറ്റായിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇപ്പോൾ ചേട്ടനും കൂടെ ഒക്കെ വന്നിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പം ആ സമയത്തേക്കിനെ മീനൊക്കെ വറക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ കേശപ്പനെ വിളിച്ചുകൊണ്ട് വരുന്നെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ 3:25 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വേണം ഞങ്ങൾക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ കൊടുത്തു വിട്ടേന്ന് തോന്നുന്നു, ഒരു കരിക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് പൊട്ടിച്ച് കുടിച്ചിട്ട് എനിക്ക് തന്നപ്പോഴത്തേക്കിന് ഞാനും അങ്ങ് കുടിച്ചു. അപ്പോൾ കേശപ്പന് കൊടുക്കണമെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവനത് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ഇത്തിരി ലെങ്ത് ഉണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.